വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം. ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് അവൻ കേട്ടു. നമ്മുടെ പിതാവിനുള്ളതെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിൻ്റെതിൽ നിന്നാണ് അവൻ ഈ മഹത്വമെല്ലാം ഉണ്ടാക്കിയത്. യാക്കോബ് ലാബാന്റെ മുഖം ശ്രദ്ധിച്ചു. ഇതാ, അത് മുമ്പത്തെ പോലെ ആയിരുന്നില്ല. കർത്താവ് യാക്കോബിനോട് അരുൾ ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്കും സഹചരുടെ അടുത്തേക്കും തിരിച്ചു പോവുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വയലിൽ തന്റെ ആടുകളുടെ അടുത്തേക്ക് റാഹേലിനെയും ലയായെയും യാക്കോബ് ആളയച്ച് വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, എന്നോടുള്ള നിങ്ങളുടെ പിതാവിന്റെ മുഖം മുമ്പത്തെ പോലെയല്ല എന്ന് ഞാൻ കാണുന്നു. എന്നാൽ എൻ്റെ പിതാവിന്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ സർവശക്തിയോടും കൂടെയാണ് നിങ്ങളുടെ പിതാവിനെ ഞാൻ സേവിച്ചതെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ വേതനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എനിക്ക് തിന്മ വരുത്താൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ളവയായിരിക്കും നിന്റെ വേതനം എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ളവയായിരിക്കും നിന്റെ വേതനം എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ കാലിസമ്പത്ത് അവനിൽ നിന്ന് പിടിച്ചെടുത്ത് എനിക്ക് തന്നിരിക്കുകയാണ്. ആടുകളുമായി ഇണചേരുന്ന മുട്ടാടുകളെല്ലാം വരയും പുള്ളിയും പൊട്ടുമുള്ളവയായിരുന്നുവെന്ന് ആടുകൾ ഇണചേരുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ കണ്ണുയർത്തി കണ്ടു. സ്വപ്നത്തിൽ ദൈവദൂതൻ എന്നെ യാക്കോബേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, നീ കണ്ണുകൾ ഉയർത്തി നോക്കുക. ആടുകളുമായി ഇണചേരുന്ന മുട്ടാടുകളെല്ലാം വരയും പുള്ളിയും പൊട്ടുമുള്ളവയാണ്. കാരണം ലാബാൻ നിന്നോട് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു. ബേതേലിലെ ദൈവമാണ് ഞാൻ. അവിടെ വെച്ചാണ് തൂണ് അഭിഷേകം ചെയ്ത് നീ എന്നോട് വ്രതം ചെയ്തത്. എഴുന്നേറ്റ് ഇപ്പോൾ ഈ ദേശത്തു നിന്ന് പുറപ്പെടുക. നിന്റെ ജന്മദേശത്തേക്ക് തിരിച്ചു പോവുക. റാഹേലും ലയായും അവനോട് മറുപടിയായി പറഞ്ഞു, നമ്മുടെ പിതാവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഓഹരിയോ അവകാശമോ നമുക്ക് ഇനി ഉണ്ടോ? നമ്മളെ അന്യരായില്ലേ അവൻ കരുതുന്നത്? നമ്മെ വിറ്റിട്ട് അവൻ നമ്മുടെ പണം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയുമല്ലേ? തീർച്ചയായും നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം പിടിച്ചെടുത്ത സമ്പത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇപ്പോൾ ദൈവം അങ്ങയോട് പറയുന്നതെല്ലാം ചെയ്യുക. യാക്കോബ് എഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി പാദാൻ ആരാമിൽ വെച്ച് നേടിയെടുത്ത തന്റെ മുതൽക്കൂട്ടായ കാലിഗണത്തെ, താൻ സമ്പാദിച്ചിരുന്ന എല്ലാ കാലിക്കൂട്ടത്തെയും സകല മൃഗസമ്പത്തിനെയും തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോകാനായി അവൻ കാനാൻ ദേശത്തേക്ക് തെളിച്ചു. അപ്പോൾ ലാബാൻ തന്റെ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇതിനിടെ റാഹേൽ തന്റെ പിതാവിന്റെ കുലവിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. താൻ ഒളിച്ചോടുകയാണെന്ന് അറിയിക്കാതെ യാക്കോബ് അരമായനായ ലാബാനെ കബളിപ്പിക്കുകയായിരുന്നു. അവൻ തനിക്കുള്ള സകലരോടും കൂടെ ഒളിച്ചോടുകയായിരുന്നു. അവൻ എഴുന്നേറ്റ് ഗിലെയാദ് മല ലക്ഷ്യം വെച്ച് നദി കടന്നു. യാക്കോബ് ഒളിച്ചോടിയെന്ന് 3-ാം ദിവസം ലാബാന് അറിവ് കിട്ടി. അയാൾ തന്റെ ചാർച്ചക്കാരെ തന്നോടൊപ്പം കൂട്ടി 7 ദിവസത്തെ വഴി അനുധാവനം ചെയ്ത് ഗിലെയാദ് മലയിൽ അവന്റെ പിന്നാലെ ഒപ്പമെത്തി. എന്നാൽ ആ രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവം അരമായനായ ലാബാന്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, നല്ലതോ ചീത്തയോ ആയ ഒന്നും യാക്കോബിനോട് ഉരിയാടാതിരിക്കാൻ നിനക്ക് കരുതലുണ്ടാകണം. ലാബാൻ യാക്കോബിനെ മറികടന്നു. യാക്കോബ് മലയിൽ കൂടാരമടിച്ചിരിക്കെ ലാബാനും തന്റെ ചാർച്ചക്കാരോടൊത്ത് ഗിലെയാദ് മലയിൽ കൂടാരമടിച്ചു. ലാബാൻ യാക്കോബിനോട് ചോദിച്ചു,
നീ എന്താണ് ചെയ്തത്? നീ എന്നെ കബളിപ്പിച്ചു. വാളാൽ നേടിയ തടവുകാരെ പോലെ നീ എന്റെ പെൺമക്കളെ പിടിച്ചുകൊണ്ടു പോകുന്നു. എന്തുകൊണ്ടാണ് നീ പലായനം ചെയ്യുന്നത്? രഹസ്യമാക്കി വെച്ചതും എന്നെ കൊള്ളയടിച്ചതും എന്നോട് വെളിപ്പെടുത്താതിരുന്നതും. ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുകളോടും തപ്പു കിണറങ്ങളോടും കൂടെ നിന്നെ യാത്രയാക്കുമായിരുന്നല്ലോ. എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് നീ എന്നെ അനുവദിച്ചില്ല. നീ ഇപ്പോൾ പ്രവർത്തിച്ചത് ബുദ്ധിശൂന്യമായി പോയി. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ എന്റെ കരം ശക്തമാണ്. എന്നാൽ നല്ലതോ ചീത്തയോ ആയ ഒന്നും യാക്കോബിനോട് ഉരിയാടാതിരിക്കാൻ നിനക്ക് കരുതലുണ്ടാകണം എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. നീ ഇപ്പോൾ നിർബന്ധമായും പോകുന്നത് നിന്റെ പിതൃഭവനത്തെ തീവ്രമായി അഭിലഷിക്കുന്നത് കൊണ്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ ദേവന്മാരെ കട്ടെടുത്തത്? അപ്പോൾ യാക്കോബ് ലാബാനോട് മറുപടിയായി പറഞ്ഞു, എനിക്ക് ഭയമായിരുന്നു. എന്തെന്നാൽ അങ്ങയുടെ പുത്രിമാരെ അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയേക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയുടെ ദേവന്മാരെ ആരുടെ കൂടെ അങ്ങ് കണ്ടെത്തുന്നുവോ അവൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നമ്മുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ പക്കലുള്ളവ അങ്ങ് പരിശോധിച്ച് അങ്ങയുടേത് എടുത്തുകൊള്ളുക. എന്നാൽ റാഹേൽ അവ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞില്ല. ലാബാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലെയായുടെ കൂടാരത്തിലും 2 ദാസിമാരുടെയും കൂടാരത്തിലും ചെന്നു. എന്നാൽ അവ കണ്ടെത്തിയില്ല. ലെയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് അവൻ റാഹേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു. റാഹേൽ വിഗ്രഹങ്ങൾ എടുത്ത് ഒരു ഒട്ടക ഭാണ്ഡത്തിലിട്ട് അതിന്മേൽ കയറിയിരുന്നു. ലാബാൻ കൂടാരത്തിലെല്ലാം അവ തിരഞ്ഞിട്ടും കണ്ടെത്തിയില്ല. അപ്പോൾ റാഹേൽ തന്റെ പിതാവിനോട് പറഞ്ഞു, എന്റെ യജമാനന്റെ കണ്ണുകളിൽ കോപം അരുതേ. അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാനാവില്ല. എനിക്കിപ്പോൾ മാസമുറയാണ്. അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല. അപ്പോൾ യാക്കോബിന് അരിശമായി. അവൻ ലാബാനോട് കയർത്തു. യാക്കോബ് ലാബാനോട് മറുപടിയായി പറഞ്ഞു, എന്നെ ക്ഷോഭത്തോടെ പിന്തുടരാൻ എന്റെ അതിക്രമം എന്താണ്? എന്റെ തെറ്റെന്താണ്? എന്റെ സാധനങ്ങളെല്ലാം അങ്ങ് അരിച്ചു പെറുക്കി. എന്നിട്ട് അങ്ങയുടെ വീട്ടുവക സാധനങ്ങളിൽ എന്തെല്ലാമാണ് അങ്ങ് കണ്ടെത്തിയത്? എന്റെ ചാർച്ചക്കാരുടെയും അങ്ങയുടെ ചാർച്ചക്കാരുടെയും മുമ്പിൽ ഇവിടെ നിരത്തി വെക്കുക. നമ്മൾ ഇരുവർക്കുമിടയിൽ അവർ വിധി പറയട്ടെ. ഈ 20 വർഷവും ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും അങ്ങയുടെ കോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ ആട്ടിൻപറ്റത്തിലെ മുട്ടാടുകളെ ഞാൻ ഭക്ഷിച്ചിട്ടുമില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ വഹിച്ചു. രാത്രിയിൽ കളവ് പോയതിനും പകൽ കളവ് പോയതിനും അങ്ങ് എന്റെ കയ്യിൽ നിന്ന് തന്നെ അത് ഈടാക്കിയിരുന്നു. പകൽ ഉഷ്ണവും രാത്രി ശൈത്യവും എന്നെ കാർന്നു തിന്നു. ഉറക്കം എന്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. അതായിരുന്നു എന്റെ സ്ഥിതി. എന്റെ ഈ 20 വർഷവും ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 14 വർഷം അങ്ങയുടെ 2 പെൺമക്കൾക്ക് വേണ്ടിയും 6 വർഷം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു. 10 തവണ അങ്ങ് എന്റെ കൂലിയിൽ മാറ്റം വരുത്തി. എന്റെ പിതാവിന്റെ ദൈവം, അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭീതിയുമായവൻ എന്റെ ഭാഗത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു. എന്റെ കഷ്ടപ്പാടും എന്റെ ഉള്ളം കൈയുടെ അധ്വാനവും ദൈവം കണ്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത്. ലാബാൻ യാക്കോബിനോട് മറുപടിയായി പറഞ്ഞു, ഈ പെൺമക്കൾ എന്റെ പുത്രിമാരും ഈ കുട്ടികൾ എന്റെ കുട്ടികളും ഈ ആട്ടിൻപറ്റം എന്റെ ആട്ടിൻപറ്റവുമാണ്. നീ കാണുന്നതൊക്കെ എന്റേതാണ്. എന്റെ ഈ പെൺമക്കൾക്ക് വേണ്ടിയാകട്ടെ, അവർ പ്രസവിച്ച കുട്ടികൾക്ക് വേണ്ടിയാകട്ടെ, ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്? ആകയാൽ ഇപ്പോൾ വരിക, നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം. ഞാനും നീയും തമ്മിൽ. അത് എനിക്കും നിനക്കും മധ്യേ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് അതൊരു തൂണായി ഉയർത്തി. കല്ലുകൾ പെറുക്കി കൂട്ടുവേൻ യാക്കോബ് തന്റെ ചാർച്ചക്കാരോട് പറഞ്ഞു. അവർ കല്ലുകൾ എടുത്ത് ഒരു കൂമ്പാരം കൂട്ടി. അവിടെ ആ കൂമ്പാരത്തിന്മേൽ അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിനെ യഗാർ സഹദൂത്ത എന്ന് വിളിച്ചു. യാക്കോബ് അതിനെ ഗലേദ് എന്നും. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കും. ലാബാൻ പറഞ്ഞു, അതുകൊണ്ട്
ഗലേദ് എന്ന് അതിന് പേരിട്ടു. അതാണ് മിസ്പ. എന്തെന്നാൽ ഒരുവൻ തന്റെ അയൽക്കാരനിൽ നിന്ന് മറയുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞിരുന്നു. എന്റെ പുത്രിമാരെ നീ പീഡിപ്പിക്കുകയോ എന്റെ പുത്രിമാർക്ക് പകരം നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമുക്കൊപ്പം ഇല്ലെങ്കിലും ദൈവം എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായുണ്ടെന്ന് കണ്ടാലും. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന കൂമ്പാരം ഇതാ, സ്തംഭം ഇതാ. ദ്രോഹലക്ഷ്യത്തോടെ നിന്റെ അടുത്തേക്ക് ഞാൻ ഈ കൂമ്പാരം കടക്കാതിരിക്കാനും എന്റെ അടുത്തേക്ക് ഈ കൂമ്പാരവും സ്തംഭവും നീ കടക്കാതിരിക്കാനും ഈ കൂമ്പാരം ഒരു സാക്ഷ്യമാണ്, ഈ സ്തംഭവും സാക്ഷ്യമാണ്. അബ്രാഹത്തിന്റെ ദൈവം, നാഹോറിന്റെ ദൈവം, അവരുടെ പിതാവിന്റെ ദൈവം നമുക്ക് മധ്യേ ന്യായവിധി നടത്തട്ടെ. യാക്കോബും തന്റെ പിതാവായ ഇസഹാക്കിന്റെ ഭീതിയായവനെ കൊണ്ട് സത്യം ചെയ്തു. മലമുകളിൽ യാക്കോബ് ബലി സമർപ്പിച്ചു. അപ്പം ഭക്ഷിക്കാൻ തന്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ അപ്പം ഭക്ഷിച്ച ശേഷം മലമുകളിൽ രാപ്പാർത്തു. 26-ാം സങ്കീർത്തനം. കർത്താവെ, എന്നെ ന്യായം വിധിക്കണമേ. നിഷ്കളങ്കതയിലാണല്ലോ ഞാൻ വ്യാപരിച്ചത്. ചഞ്ചലപ്പെടാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എന്റെ അന്തരംഗവും ഹൃദയവും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എന്റെ കൺമുമ്പിലുണ്ടല്ലോ. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. വ്യർത്ഥമർത്യരോടൊത്ത് ഞാൻ ഇരുന്നിട്ടില്ല, വഞ്ചകരോടൊപ്പം ഞാൻ പോയിട്ടില്ല. ദുർവൃത്തരുടെ സംഘത്തെ ഞാൻ വെറുത്തു. ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയില്ല. നിരപരാധിത്വത്തിൽ ഞാൻ എൻ്റെ കരതലം കഴുകുന്നു. കർത്താവെ, ഞാൻ അങ്ങയുടെ ബലിപീഠത്തെ വലം വയ്ക്കുന്നു. അത് കൃതജ്ഞതാരവം മുഴക്കുന്നതിനും അങ്ങയുടെ സകല വിസ്മയ കൃത്യങ്ങളും പ്രഘോഷിക്കുന്നതിനുമാണ്. കർത്താവെ, അങ്ങയുടെ വാസഭവനവും മഹത്വത്തിന്റെ ആലയസ്ഥാനവും ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ആത്മാവിനെ പാപികളോടുകൂടെ എണ്ണരുതേ, രക്തദാഹികളോടുകൂടെ എൻ്റെ ജീവനെയും. അവരുടെ കൈകളിൽ കുതന്ത്രമാണ്, അവരുടെ വലതുകരം കോഴ നിറഞ്ഞതാണ്. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. അങ്ങ് എന്നെ വിമോചിപ്പിക്കുകയും എന്നിൽ കനിയുകയും ചെയ്യണമേ. നിരപ്പായ സ്ഥലത്ത് എൻ്റെ കാൽ ഉറച്ചു നിൽക്കുന്നു. കൂട്ടായ്മകളിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം. അതിനാൽ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം. ദിവസം 1 ദിനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവേൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും പോയി വീണ്ടും ഏകദേശം 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവേൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനത്തെ ആളുകൾക്ക് തുടങ്ങി ആദ്യത്തെ ആളുകൾക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറ വീതം ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദിനാർ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു, ഈ അവസാനത്തെ ആളുകൾ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും ദിവസത്തിന്റെ ഭാരവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്കുള്ളത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. നിനക്കെന്ന പോലെ അവസാനത്തെ ആൾക്കും കൊടുക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്കുള്ളവ കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാൻ എനിക്ക് പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു?
ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. യേശു ജെറുസലേമിലേക്ക് കയറുമ്പോൾ 12 ശിഷ്യന്മാരെ മാത്രം കൂടെ കൊണ്ടുപോയി. വഴിയിൽ വെച്ച് അവരോട് അരുൾ ചെയ്തു, ഇതാ, നാം ജെറുസലേമിലേക്ക് കയറുന്നു. മനുഷ്യപുത്രൻ പുരോഹിത പ്രമുഖന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കും. അവർ അവനെ പരിഹസിക്കാനും പ്രഹരിക്കാനും ക്രൂശിക്കാനുമായി ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ സെബദി പുത്രന്മാരുടെ അമ്മ തന്റെ പുത്രന്മാരോട് കൂടെ വന്ന് മുട്ടുകുത്തി അവനോട് എന്തോ യാചിച്ചു. അപ്പോൾ അവൻ അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എന്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല. അത് ആർക്ക് വേണ്ടി എന്റെ പിതാവാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ജനതകളുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, പ്രത്യുത ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും വന്നിരിക്കുന്ന പോലെ തന്നെ. അവർ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. എന്നാൽ മിണ്ടാതിരിക്കാൻ ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടുകയും അവർ അവനെ അനുഗമിക്കുകയും ചെയ്തു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.